ഞാൻ നിൽക്കുന്നത് നമ്മുടെ പാട്രായ്ക്കില് അത്തം ഫ്ലവേഴ്സിന്റെ അടുത്ത് മിനി നമ്മുടെ ഇൻഡോ യൂറോ മിനി സൂപ്പർ മാർക്കറ്റ്. ദാറ്റ് മീൻസ് എന്താ പറയാ, ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റുകൾ ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് എന്താ പറയാ മൺചട്ടികളും, അതുപോലെ ലേഡീസിനും ജെന്റ്സിനും വേണ്ട ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എന്താ പറയാ, ഇവരുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് വേറ്റ് വെർത്ത്. വേറ്റ് വെർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്ലിൽ കൊത്തിയ നമ്മുടെ മൺചട്ടികള്, ഫുഡ് നമുക്ക് എന്താ പറയാ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാബിത. ഇത് എൻ്റെ ഒരു ഇക്കോ ഫ്രണ്ട്ലി നാച്ചുറൽ പ്രോഡക്റ്റുകൾ കിട്ടുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ്. തൃശ്ശൂര് പാട്ടുകൈക്കൽ സെന്റർ ഓവർ ബ്രിഡ്ജിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഈ ഷോപ്പ് നിൽക്കുന്നത്. 2 മാസം മുമ്പ് ഫോർട്ട് കൊച്ചി ചിരട്ടപ്പാലം അവിടെ നമ്മളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻഡോ യൂറോ മിനി മാർക്കറ്റ് എന്ന പേരിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഫോർട്ട് കൊച്ചിയിലെ വേ ടു എർത്ത് എന്ന പേരിലാണ്. വേ ടു എർത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറും കൂടിയാണ്. വേ ടു എർത്ത് എന്ന് വെച്ചാൽ ഭൂമിയിലേക്കുള്ള ഒരു അത് ഉദ്ദേശിച്ച് ചെയ്താണ്. വെച്ചാൽ എല്ലാം നാച്ചുറൽ പ്രോഡക്റ്റുകളാണ്. അതുകൊണ്ടാണ് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള പേര് നമ്മൾ സജസ്റ്റ് ചെയ്തത്. സൂപ്പർ നെയിം. ഹസ്ബൻഡ് അതെ അല്ലേ, അടിപൊളി. ഹസ്ബൻഡ് ഒരു കലാകാരനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. തീർച്ചയായും. അടുത്ത എന്താ ക്വസ്റ്റ്യൻ? അല്ല, ഇനി എന്തുകൊണ്ടാണ് ഈ ഓർഗാനിക് ഷോപ്പ് ഒരാശയം എങ്ങനെ വന്നതാ? അഡ്ജസ്റ്റ് പറഞ്ഞു. 2018 ഞാൻ എൻ്റെ ഒരു ഫുഡ് യൂണിറ്റ് ഒരു ഫുഡ് ഫാക്ടറി എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു വർഷം തന്നെയാണ്. അതുപോലെ തന്നെയാണ് എനിക്കും ആ വർഷം വളരെ ബുദ്ധിമുട്ടായിട്ട് ആ ഫ്ലഡിന്റെ ടൈമിലെല്ലാം അതെല്ലാം കവർ ചെയ്ത് മാർക്കറ്റിൽ എൻ്റെ പ്രോഡക്റ്റ് ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ വാല്യൂ അഡീഷൻ പല പ്രോഡക്റ്റുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റിൽ നന്നായി സസ്റ്റെയിൻ ചെയ്ത് തുറന്ന് നല്ല ഉഷാറായി വരുന്നപ്പോഴാണ് ലോക്ക്ഡൌൺ വന്നത്. അതോടുകൂടിയിട്ട് കയറി വന്നത് ഒറ്റയടിക്കും കൂടെ ഞാൻ താഴത്തേക്ക് പോകുന്നതാണ്. ഏകദേശം 1 വർഷത്തോളം കമ്പനി ക്ലോസ് ചെയ്തു. അപ്പൊ നമുക്ക് ഒരുപാട് ലോസ് വന്നിട്ടുണ്ട്. കാരണം വർക്ക് ചെയ്യാതെ തന്നെ അതിന്റെ എക്സ്പെൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല യൂണിറ്റുകളും നിർത്തിപ്പോയി. ഇങ്ങനെ അതായത് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റുകളെല്ലാം നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും. പക്ഷെ മാർക്കറ്റ് പ്ലേസ് ആണ് ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ആ ലോക്ക്ഡൌൺ സമയത്ത് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നമുക്ക് ആലോചിക്കാൻ. ആ ഒരു സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ തന്നത്. എല്ലാവരും പ്രോഡക്റ്റുകൾ നമുക്കൊരു സ്ഥലത്ത് ഒരു മാർക്കറ്റ് പോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ ഷോപ്പ് കിട്ടിയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഇരിക്കുന്നതില് ഒരുവിധം പ്രോഡക്റ്റുകളെല്ലാം എൻ്റെ ഫ്രണ്ട്സിന്റെയും അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഫുഡ് പ്രോഡക്റ്റുകൾ. പിന്നെ അതോടൊപ്പം നമ്മൾ കുറച്ചും കൂടി ഡിഫറെന്റ് ആയി ജനങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയാ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. നമ്മൾ എപ്പോഴും പച്ചക്കറികളിൽ വിഷാംശം ഉണ്ട് എന്ന് പറയും, നമ്മള് മായം ചേർത്ത ഭക്ഷണം എന്നൊക്കെയാണല്ലോ നമ്മൾ. അത് മാത്രമല്ല, കുക്ക് ചെയ്യുന്ന ആ പാത്രത്തിനും ഉണ്ട് ആ ഒരു വെസൽസും നമ്മൾ നല്ലത് ഉപയോഗിക്കുമ്പോൾ 100% ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട് വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറച്ചുകൂടി കാര്യം ഞാൻ അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ് അങ്ങനെയാണ് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മള് കൽച്ചട്ടിയിലേക്ക് എത്തി. ഇത് നമ്മുടെ പണ്ടത്തെ കൽച്ചട്ടി കുക്കുകയാണ്. ഇതിനകത്ത് ധാരാളം മെഗ്നീഷ്യം, അയൺ, കണക്ക് ഒരുപാട് കൂടുതലാണ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതില് ഫുഡ് വെക്കുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് ഒരു മാൻമേഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് സ്റ്റോൺ എങ്ങനെയാണോ കിട്ടുന്നത് അതൊന്ന് ലേറ്റിൽ കർവ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി. അങ്ങനെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഇതിനകത്ത് ഇത് 101% നാച്ചുറൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്ന് കിട്ടുന്ന ആ എസൻസും എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഇത് ഞങ്ങൾ മാക്സിമം ഓരോ വീട്ടിലും ഓരോ കൽച്ചട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഞങ്ങൾ ഇത് വളരെ ഒരു ഏകദേശം 4 വർഷത്തോളമായിട്ട് നന്നായിട്ട് മൂവ് ചെയ്ത് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതില് തന്നെ പല ഗ്രേഡുകളുണ്ട്. നമുക്ക് കാലാകാലങ്ങളോളം നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഉണ്ട്. പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷം വേണം ഞങ്ങൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയും.
അതനുസരിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഇത് സുഖമായിട്ട് ഇത് ഉപയോഗിക്കാം. ഗ്യാസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? ഗ്യാസിന്റെ മുകളിൽ ഇത് ഗ്യാസിലും അടുപ്പിലും എങ്ങനെ ഉപയോഗിക്കാം. ഇൻഡക്ഷനിൽ പറ്റില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഗ്യാസിലും വിറകടുപ്പിലും മാറി മാറി ഉപയോഗിക്കരുത് എന്ന് പറയും. കാരണം രണ്ടിന്റെ ഫ്ലെയിം വ്യത്യാസമുണ്ട്. അപ്പൊ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ അധികം ഹീറ്റ് കിട്ടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാം. പെട്ടെന്ന് ആവും. ഗ്യാസ് ലാഭമാണ്, സമയം ലാഭമാണ്. എല്ലാവർക്കും സംശയം കല്ല് ചൂടാവാൻ ടൈം എടുക്കില്ല എന്നാണ്. ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യുന്നതാണ്, ഡെയിലി ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് സമയത്തിന് തന്നെ ആവുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇത് വലിയ കാര്യം കേട്ടോ, ഭയങ്കര നല്ല കാര്യമാണ്. കാരണം ആൾക്കാർക്ക് അറിയില്ലാത്തൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞു. ഞാനൊക്കെ പേടിക്കുന്നത് ഈ സംഭവം വാങ്ങിയാലേ ഒരുപാട് സമയം എടുക്കില്ല എന്നുള്ളൊരു പേടിയാണ്. ഇത് സീസൺ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പൊ സീസൺ ചെയ്തത് കുറച്ച് അവൈലബിൾ ആണ്. പക്ഷെ ചില ലോഡില് നമുക്ക് സീസൺ ചെയ്യാണ്ട് വരും. അത് നമുക്ക് എപ്പോഴും ഉറപ്പ് പറയാൻ പറ്റില്ല. അവിടുന്ന് നമുക്ക് ലോഡ് വരുന്നതിനനുസരിച്ചാണ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ മറ്റുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാം അങ്ങനെയാണല്ലോ, നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇപ്പൊ വുഡിന്റെ ആയാലും എന്തും. പക്ഷെ ഇതിന് ആ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഇത് ആ സ്റ്റോൺ എങ്ങനെ കിട്ടുന്നു, അതിൽ ലൈറ്റിൽ എങ്ങനെ അവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു, ആ ഒരു വലിപ്പാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ലിറ്റർ കപ്പാസിറ്റി കിട്ടുന്നത് 1.6 എഴുതിയിട്ടുള്ളത്. ആ വെള്ളം ഒഴിച്ച് കിട്ടിയിട്ടുള്ള അളവാണ്. എല്ലാം നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കിയതിന് ശേഷം എഴുതുന്ന ആ ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിന് എഴുതുന്നത്. അപ്പോൾ ഇത് മാത്രം കസ്റ്റമൈസേഷൻ ഇല്ല. പക്ഷെ നമുക്ക് പല സ്റ്റോൺ കിട്ടുന്നതിനനുസരിച്ച് പല ഷേപ്പില് അവർ ഇതിന് മറ്റേ ഈ ഇത് സ്റ്റോൺ ആയതുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും ടേസ്റ്റ് ഭയങ്കര നല്ല ടേസ്റ്റ് ആണ്. അതായത് സാധാരണ നമ്മൾ വെക്കുന്ന കറിയെക്കാട്ടും ടേസ്റ്റ് ഡബിൾ ആണ്. സാമ്പാർ ആയാലും ഇതിലെല്ലാ ഒഴിച്ചു കറികളും നമുക്ക് വെക്കാം. എന്താ പറയാ, അത് നമ്മൾ വെക്കണ കൈപ്പുണ്യൊന്നും അല്ല. അത് ഞാൻ ആദ്യം വിചാരിച്ചു. ഞാൻ ആദ്യം സാമ്പാർ വെച്ചപ്പോഴേ ഹസ്ബൻഡിനോട് വൈകുന്നേരം ഒരു ടേസ്റ്റ് അല്ലേ സാമ്പാർ. ഇതില് ഈ നമ്മളിപ്പോ ഫുഡൊക്കെ ചെയ്യുമ്പോഴേ മറ്റേ ഈ പൊടിയോ അങ്ങനെ എന്തെങ്കിലും വരുമോ? ഇത് കൽച്ചട്ടിയുടെ ജാറുകളാണ്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൈര് ഒഴിക്കാനായിട്ട് നമ്മൾ വെക്കുമ്പോൾ സാധാരണ ഇപ്പോ സെറാമിക്കിലോ ഗ്ലാസ് ബോട്ടിലോ ഒക്കെ വെക്കുമ്പോൾ ഉറ കൂടും, കുഴപ്പമില്ല. പക്ഷെ ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 4 to 5 hours ആവുമ്പോൾ നമുക്ക് ഉറ കൂടും. ഇതില് പുളി ഇല്ലാണ്ട് ഒരു നല്ല തിക്കായിട്ടുള്ള കേട് കിട്ടാനായിട്ട് പറ്റും. കാരണം അതിലത്തെ വെള്ളം എല്ലാം ഈ സ്റ്റോൺ അബ്സോർബ് ചെയ്യും. അതാണ് അതിന്റെ ഒരു തിയറി ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു 4-5 മണിക്കൂർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈര് കിട്ടും. പിന്നെ പുളി കൂടണം എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റി. പിന്നെ നമുക്ക് ഇത് ഉപ്പിടാനായിട്ട് ഉപയോഗിക്കാം, പുളി ഇടാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാറാണ്. ഇത് കുറച്ച് 2-3-4 ഷേപ്പിൽ നമുക്ക് അവൈലബിൾ. പിന്നെന്താ നമ്മുടെ സ്വന്തം പ്രൊഡക്ട്സ് ഉള്ളത്? ഫുഡ്. ഇതാണ് എന്റെ ആദ്യത്തെ പ്രോഡക്റ്റ്. ആദ്യത്തെ ഇത് ക്യാൻഡിയാണ്, എന്നാലും ഡ്രൈ ഫ്രൂട്ട്സ് കാറ്റഗറിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് എന്റെ ജീവശ്വാസമാണ്. എന്താണ് അതിനുള്ളിൽ എന്താ പ്രത്യേകത? ഇതിന്റെ ഉള്ളില് മിക്സഡ് ഡ്രൈ ഫ്രൂട്ടുകളാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എസൻസോ കളറുകളോ ഒന്നും നമ്മൾ ആഡ് ചെയ്യാതെയാണ് നമ്മളുടെ മക്കൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇതെല്ലാം പപ്പായാണ്. ഇതെല്ലാം അതിന്റെ നാച്ചുറൽ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണതാ ഇതെല്ലാം? ഓ.